നമ്മുടെ വീട്ടിലെ ചെടികൾക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി വെക്കാൻ പറ്റിയ കുറച്ച് വളങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്നത് ഈ ഒരു ടിന്നിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ശർക്കരയാണ്. ഈ ശർക്കരയുടെ കൂടെ നമുക്ക് മത്തിയുടെ തലയും വേസ്റ്റ് ഭാഗമൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഇത് ശർക്കരയിൽ മുങ്ങി ഇടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കണം. 1-2 മാസം കഴിയുമ്പോൾ അത് നല്ലതായിട്ട് ഡയലൂട്ടായി മിക്സ് ആയിട്ടിരിക്കും. നമുക്കതിൽ നിന്നൊരു സ്പൂൺ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാൻ നല്ലതായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഫിഷ് അമിനോ ആസിഡാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയത്. അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന ഈ മുട്ടത്തോടാണ്. ഇത് നമ്മൾ കഴുകിയിട്ട് വെയിലത്തിട്ട് ഉണക്കി വെക്കണം. അല്ല നേരിട്ട് നമുക്ക് പൊടിച്ച് ചെടികളിൽ ഇടാം. അപ്പോൾ കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഇതേപോലെ കഴുകി ഉണക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് ഒരു സ്പൂൺ എടുത്ത് നമ്മുടെ ചെടികളുടെയൊക്കെ ചോട്ടിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കാൽസ്യം, ചെടികൾ നന്നായിട്ട് വളരാനായിട്ട് ഈ മുട്ടത്തോട് വളരെ നല്ലതാണ്. പിന്നെ ഇത് ഉള്ളിത്തൊലിയാണ്. ഉള്ളിത്തൊലി നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കി വെക്കണം. ഉണക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഈ മഴക്കാലത്തൊക്കെ നമുക്ക് വെയിൽ കുറവാണെങ്കിലും നമുക്ക് ഉണക്കിയെടുക്കാനൊക്കെ പറ്റും. അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് ചെടികളൊക്കെ വളർത്താനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അടുത്തതായിട്ട് ഉണക്കി വെക്കേണ്ടത് തേയിലമട്ടാണ്. അതേപോലെ അന്നുള്ളത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് ഇതേപോലെ ഉണക്കിയിട്ട് നമുക്ക് ചെടികളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ NPK വളവുമാണ്, നമ്മുടെ ചെടികൾക്ക് പൂക്കാനും ഒക്കെ സഹായിക്കും. പിന്നെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കരിയില കമ്പോസ്റ്റ് ആണ്. കരിയില കമ്പോസ്റ്റ് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റും എല്ലാം ഇട്ടിട്ട് നമുക്ക് ഈ കരിയില ഇട്ടിട്ട് അങ്ങനെ ഡയലൂട്ട് ചെയ്ത് കരിയില ഇട്ട വെള്ളവും ഒഴിച്ചു കൊടുക്കും. ഇത് ഞാൻ വീട്ടിലെ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ വേസ്റ്റായി പോകുന്നതൊക്കെ ഇട്ട് വെച്ചിട്ട് അത് നല്ലൊരു വളമാണ്. ഇത് പഴത്തൊലിയാണ്. ചെടികൾ പൂക്കാനും കായ്ക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറാണ് ഈ പഴത്തൊലി വെള്ളത്തിലിട്ട് വെച്ചത്. ഇത് കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെക്കാൻ കുറച്ച് ശർക്കരയും കൂടി വേണമെങ്കിൽ ചേർത്താൽ കുറേ കാലം കേടുകൂടാതിരിക്കും. കുറച്ച് എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ കുറച്ച് അളവിലെടുത്താൽ മതി. പിന്നെ ഇത് നമുക്ക് കരിയില കമ്പോസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇതേപോലെ വലിയൊരു ഡ്രമ്മിലേക്ക് വേണമെങ്കിൽ കരിയില ഇടാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. വീട്ടിലെ അരി കഴുകിയ വെള്ളവും കഞ്ഞി വെള്ളവും ഒക്കെ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. അരി കഴുകിയ വെള്ളം അതും വളരെ നല്ലൊരു ഫെർട്ടിലൈസറാണ്. നമ്മൾ ഈ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നതിനൊക്കെ വേഗം തന്നെ ഫെർമെൻറ്റേഷൻ നടക്കാനായിട്ട് ഈ അരി കഴുകിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വേഗം തന്നെ ഫെർമെൻ്റായി കിട്ടും. ഇതേപോലെയുള്ള അരി കഴുകിയ വെള്ളം നമുക്ക് എടുത്തു വെച്ചിട്ട് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വീട്ടിലെ പച്ചക്കറികൾ, മുരിങ്ങ, വേപ്പില, ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ശർക്കരയും വേസ്റ്റായി പോകുന്ന ശർക്കരയൊക്കെ ചീത്തയായ ശർക്കര അതൊക്കെ ഉണ്ടെങ്കിൽ അതും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ചാണകപ്പൊടിയോ പച്ച ചാണകമോ ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് ഇതേപോലെ അടച്ച് വെക്കാം. ഒരു 15 ദിവസം കഴിയുമ്പോൾ ഇത് നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതും നല്ലൊരു വളമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒക്കെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ താങ്ക് യു.